അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അന്ത്യദിനത്തിൻ്റെ ലക്ഷണം, എൻ്റെ പ്രിയപ്പെട്ടവരെ, കാസർഗോഡ് ജില്ലയിൽ നാം കണ്ട വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. മുത്തായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ എങ്ങനെയാണോ പഠിപ്പിച്ചത് അതുപോലത്തെ കാഴ്ചകൾ നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്ന് പോലും കാണുമ്പോൾ വല്ലാത്ത ദുഃഖമുണ്ട്. പരിശുദ്ധമായ ദീനിൻ്റെ വളരെ ബഹുമാനിപ്പിക്കപ്പെടുന്ന ഒരു വസ്ത്രമാണല്ലോ ഈ ഫർദ ഒക്കെ ധരിച്ച് ബുർക്കൊക്കെ ധരിച്ചുകൊണ്ട് നമ്മുടെ സഹോദരിമാർ ഈ പോകുന്ന കാഴ്ചകൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന കാഴ്ചകൾ നോക്ക്. ഇത് ഹജർ അസ്വദ് മുത്താൻ വേണ്ടിയൊന്നുമല്ല, അല്ലെങ്കിൽ മതപ്രഭാഷണ പരിപാടിക്കൊന്നുമല്ല. മുത്തായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അന്ത്യനാളെടുക്കുന്ന സമയത്ത് ഇത്രത്തുള്ള കാഴ്ചകൾ കാണും. എത്രത്തോളം ഇത് ഹലാലായി ഒരേ ജനങ്ങൾ കാണുമെന്നുള്ളതാണ്. വൽ മആസിഫിനെ ഹലാലായി കാണുന്ന ഒരു കാലഘട്ടം വരാതെ അന്ത്യനാളുണ്ടാവുകയില്ല എന്നാണ്. ഹനാൻ ഷാ എന്ന് പറയുന്ന ഈ വ്യക്തി വരുന്നുണ്ടെന്ന് പറയുമ്പോൾ സിനിമാ ഗാനങ്ങൾ പാടി, എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഹനാൻ ഷായെ പോലത്തെ ആളുകളോട് പ്രത്യേകമായി പറഞ്ഞത് വസ്തഫ്സിസ് മനിസ്തതഅത മിൻഹും ബിസൗതിക്, ശൈത്താൻ്റെ ശബ്ദം കൊണ്ട് ജനങ്ങളെ വശീകരിക്കരുത് എന്നാണ്. അള്ളാഹു നമുക്ക് നൽകിയ ശബ്ദം എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ജനങ്ങളെ വശീകരിക്കാൻ വേണ്ടി ഒരിക്കലും ഉപയോഗപ്പെടുത്തരുത് എന്നാണ്. ഹനാൻ ഷാ എവിടെ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ പരിശുദ്ധമായ ദീൻ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഈ വസ്ത്രധാരണം ധരിച്ചുകൊണ്ട് നോക്ക്. ഈ സഹോദരിമാരെ കാണുന്നുണ്ടല്ലോ, ചെറിയ ചെറിയ പെൺകുട്ടികളൊക്കെ പോകുന്ന ഈ ദൃശ്യം ഒന്ന് നോക്ക്. എന്തിനാണ് ഇത്രയും തിക്കും തിരക്കും? പ്രിയമുള്ളവരെ, വലിയ ഒരു മതപ്രഭാഷണ പരിപാടിയോ പരിശുദ്ധമായ ദീനിൻ്റെ എന്തെങ്കിലും ഉലൂമുകൾ പറഞ്ഞു തന്ന ഒരു പരിപാടി ഒന്നുമല്ല. അതിനിപ്പോൾ ജനങ്ങളെ കാണാറേയില്ല. എന്നാൽ ഈ ഇത്രയും തിരക്ക് കൂട്ടുന്നത് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞ ഇത്തരക്കാരുടെ വശീകരണത്തിന് നാം പെടാനു പാടില്ലെന്നും മറ്റുള്ളവർ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹം കൊണ്ട് ജനങ്ങളെ ഈ രീതിയിൽ വശീകരിക്കാൻ പാടില്ല എന്നും. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്നല്ലെങ്കിൽ നാളെ നാം മരണപ്പെട്ടു പോകേണ്ടവരാണ്. ഹനാൻ ഷാൻ പോലത്തെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരോട് പറയുന്നത്, നിങ്ങളൊക്കെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത്തരത്തിലുള്ള പ്രവൃത്തിയുമായി ഒരിക്കലും നാം മുന്നോട്ട് പോകരുത്. പരിശുദ്ധമായ ദീനിൻ്റെ നിസ്കാരത്തിൻ്റെ കാര്യം എൻ്റെ പിതാവ് പറയുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഈ കാഴ്ചകളൊക്കെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ ഹനാൻ ഷാനെ സ്നേഹിക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിൽ വെറുപ്പ് തോന്നാം. എന്നാൽ മൻ റഅ മുൻകറൻ ഫല്യുഗയ്യിർ ബിയദിഹി, തിന്മ കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കൽ അത് ഉലമാക്കളുടെ ബാധ്യതയാണ്. ഇതിൽ ഭൂരിഭാഗവും കാണുന്നത് നമ്മുടെ സഹോദരിമാരാണ്. അതും അവരെ വേഷയാണെങ്കിലോ. ഇത്തരത്തിലുള്ള പരിപാടിക്ക് പോകുമ്പോൾ പരിശുദ്ധമായ ദീനിൻ്റെ ഉലൂമ് കേൾക്കാൻ പോകുന്ന രീതിയിൽ ആ പരിശുദ്ധമായ ബുർക്കം ധരിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥ കാണുമ്പോൾ വല്ലാത്ത വേദനയുണ്ട്. തായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ലയകൂനന്ന മിൻ ഉമ്മത്തി അക്വാമുൻ, അന്ത്യനാൾ അടുക്കുമ്പോൾ എൻ്റെ ഉമ്മത്തിന് ചില വിഭാഗങ്ങളുണ്ട്. യസ്തഹില്ലൂന, അവർ ഹലാലാക്കും അൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ്, വാദ്യോപകരണങ്ങൾ, ഇതൊക്കെ അവർ ഹലാലായി കാണും. ഇതൊന്നും ഹറാമായി കാണൂല. ഒരു പരിശുദ്ധമായ ദീനിയായ കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുന്ന ഒരു യൂട്യൂബർ തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഹനാൻ ഷായോടൊന്നും വെറുപ്പൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ ഒരു രീതിയിൽ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അത് അതിൻ്റെതായ ജനങ്ങൾ തിക്കും തിരക്കും വരുമെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും ഇത്തരത്തിലുള്ള രീതിയിൽ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പിൻ്റെ രീതിയിൽ പരിപാടി സംഘടിപ്പിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ആ രീതിയിൽ ജനങ്ങൾ, അദ്ദേഹം ഒരുപാട് ദീനിയായ കാര്യങ്ങൾ പറയുന്ന ഇടയ്ക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾ വിചാരിക്കുമോ അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. ഇപ്പോൾ ഇവിടെ പ്രശ്നം എന്താണ്? കാരണം അത്ര സൗകര്യങ്ങൾ ഒരുക്കില്ല എന്നതാണ് പ്രശ്നം. പോയതോ ഹനാൻ ഷാ വന്ന് പാടുന്നതോ ഇതൊന്നും പ്രശ്നമല്ല. അവിടെ പ്രശ്നം ഇതാണ്. കാരണം വളരെ മനോഹരമായ ഭംഗിയായ ഒരു സദസ്സൊക്കെ ഒരുക്കേണ്ടിയിരുന്നു. എന്തെങ്കിലും ഈ പരിപാടി ഓക്കെയാണ് എന്ന രീതിയിൽ ജനങ്ങളിത് കേൾക്കുമ്പോൾ വിചാരിക്കും, ഇതുവരെയൊക്കെ ദീനിയായ കാര്യങ്ങൾ പറഞ്ഞ് തരുന്ന ഒരാളെ തന്നെ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ജനങ്ങൾ, വിശുദ്ധ ഖുർആൻ പറയുന്നു, വമിനൻ നാസി മൻ യശ്തരി ലഹ്വൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാ എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ ഒരു ആയത്തുണ്ട്.
കാരണം ലഹ്വൽ ഹദീസ് എന്ന് പറഞ്ഞാൽ ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെയാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആലയ്ക്ക് ഏറ്റവും ദേഷ്യമുള്ള, ഏറ്റവും അള്ളാഹു കോപിതനാകുന്ന രണ്ട് ശബ്ദങ്ങളുണ്ട്. ഈ രണ്ട് ശബ്ദങ്ങൾ അള്ളാഹ്ക്ക് വല്ലാത്ത വെറുപ്പാണ്. ഈ ശബ്ദം അള്ളാഹു ഇഷ്ടപ്പെടാത്ത ശബ്ദമാണ്. ഈ ശബ്ദമുണ്ടാക്കുന്നവരോട് അള്ളാഹ്ക്ക് ദേഷ്യമുണ്ട്. അതിൽ ഒന്ന്, അതായത് ദുഃഖം വരുന്ന സമയത്ത് നിലവിളിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതാണ്. അതുപോലെ ആഡംബരം, സംഗീതം, ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതാണ്. അള്ളാഹു ആ മനോഹരമായ ശബ്ദം കൊണ്ട് അല്ലേ പരിശുദ്ധമായ ഖുർആൻ ഓതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അത് കേൾക്കാനും അല്ലേ മറ്റുള്ളവർക്ക് വളരെ മനോഹരമായത് കേൾപ്പിക്കാനും സാധ്യമാകും. എന്തെങ്കിലും ആഗ്രഹത്തിൻ്റെ പേരിൽ, ഈ ഭൗതികമായ എന്തെങ്കിലും ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കലും അതിന് പോകലും പ്രസംഗിക്കലും അതിന് പോകലും പാടലും ഒക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ ചെറിയ ഒരു സന്തോഷം നമുക്ക് നൽകും. നമ്മുടെ സഹോദരിമാരുടെ അവസ്ഥയാണ്. പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ ഈ സംഗീത മേളങ്ങൾ, ഈ സംഗീത പരിപാടികളുണ്ടെങ്കിൽ പുരുഷന്മാർ പോലും അത്തരത്തിലുള്ള പരിപാടികളിലേക്ക് പോകുന്നത് ഒളിച്ചുകൊണ്ടാണ്. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ എല്ലാവർക്കും കട്ടുകൊണ്ട് ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിൻ്റെ ശേഷമാണ് അവർക്ക് പോകുന്നത്. അത്രയും അവരതിനങ്ങനെ കണ്ടിരുന്നു. ഇന്നങ്ങനെയല്ല, വളരെ പരസ്യമായി തന്നെ പോകുന്ന ഒരു ആ രംഗം. എന്നിട്ടോ അവിടെ പോലീസ് അവരെ അടിച്ചു ഓടിക്കുന്നുണ്ട്. ഈ ഒരു കാഴ്ച അതിൽ കാണുന്നത് നമ്മുടെ പരിശുദ്ധമായ ദീൻ, നാം മുഅ്മിനീങ്ങളാണെന്ന് പറഞ്ഞു നടക്കുന്ന, നാം സത്യവിശ്വാസികളാണ്, മുസ്ലിമാണുങ്ങളാണെന്ന് പറഞ്ഞു നടക്കുന്ന സഹോദരിമാരുടെ കാഴ്ചയാണ്. സുബ്ഹാനല്ലാഹ്. ഈ മക്കൾ, ഈ ഉമ്മമാർ തൻ്റെ മക്കളും കൊണ്ടുപോയാണ് ഈ പരിപാടിയിലേക്ക് കൊണ്ടുപോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോയാൽ ശാശ്വതമായ ലോകത്ത് നമുക്ക് വിജയിക്കേണ്ടതുണ്ട്. കാരണം ഈ ലോകത്ത് പെട്ടെന്ന് ജനങ്ങളിങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും മരണം സംഭവിക്കുന്നറിയില്ല. അപ്പോൾ ഹനാൻ ഷാനെ പോലത്തെ ആളുകളും ആരാണെങ്കിലും പെട്ടെന്ന് മരണം സംഭവിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട ഹനൻ ഷാൻ്റെ പോലത്തെ നല്ല മനോഹരമായ ശബ്ദത്തിൻ്റെ ഉടമകളായ പ്രിയപ്പെട്ട ഗായകന്മാരോട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നത്, ഇന്ന് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈക്കടിക്കാനും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും നിങ്ങളെ ഒരുപാട്, നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കൂടെ നിന്ന് ഒരു സെൽഫി എടുക്കാൻ വേണ്ടി ആഗ്രഹിച്ച് കൊതിച്ച് നിങ്ങളെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടാകും. വലിയ ഒരു നടനായിരുന്നുള്ള നസീർ, അദ്ദേഹത്തിൻ്റെ ഖബറരികിൽ ഇപ്പോൾ പോകണം. ഒരു ദൃശ്യം നിങ്ങൾക്ക് കാണാം. വല്ലാത്ത അത്ഭുതപ്പെടുത്തുന്ന ദൃശ്യമാണ്. അദ്ദേഹം ഒന്ന് വന്നെന്നറിഞ്ഞാൽ ജനങ്ങൾ ഓടിക്കൂടുമായിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ അരികിൽ പോകണം. അന്ന് അദ്ദേഹം വരുന്നു എന്ന് പറയുമ്പോൾ ഒരു നോക്ക് കാണാൻ വേണ്ടി തിക്കും തിരക്ക് കൂടിയവർ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഖബറരികിൽ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച. ഒറ്റക്കാണ്, ആരുമില്ല, ലൈക്കടിച്ചവരുമില്ല, കൂടെ നിന്നവരുമില്ല, കൂടെ പ്രോത്സാഹിപ്പിച്ചവരുമില്ല, ആരുമില്ല. അവിടെ പ്രോത്സാഹനം, ലൈക്ക് കണ്ട് ആവേശം കൊണ്ട് വീണ്ടും തിന്മയിലേക്ക് അടുത്തടുത്തടുത്ത അവസാനം മരണപ്പെട്ടു പോയി. അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുപോലെ നമുക്ക് ഇന്ന് മരണം സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ നിന്നവർ, മറ്റുള്ളവരൊന്നും നമ്മുടെ കൂടെ, ഒറ്റക്ക് ഖബറിൽ നാം ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും. അത്തരത്തിലുള്ള വിശ്വാസത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ടവർ. കാരണം ഇത് ശാശ്വതമായ ലോകമല്ല. എപ്പോൾ തന്നെ മരണപ്പെടാം, ഏത് നിമിഷവും മരണപ്പെടാം. നോക്കൂ, ഉംറയ്ക്ക് പോയ 42 ആളുകൾ അല്ലെ തീഘോലം വന്നവരെ ഒന്നാകെ തിന്നു കഴിഞ്ഞു. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല പൊരുത്തു കൊടുക്കട്ടെ. അവർക്ക് ഭാഗ്യവാന്മാരാണ്. കാരണം ഹലാലായ ഒരു യാത്രയാണ്. അങ്ങനെ ഹലാലായ പ്രവൃത്തി, കാരണം ഈ പെട്ടെന്ന് മരണപ്പെട്ടു പോയാൽ ശാശ്വതമായ ജീവിതത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ പറയുന്നു, അതായത് ശൈത്താൻ്റെ ശബ്ദം കൊണ്ട് ജനങ്ങളെ ഒരിക്കലും വശീകരിക്കരുത് എന്നാണ്. സംഗീതം കൊണ്ട് ജനങ്ങളെ വശീകരിക്കരുത്. അത്തരത്തിലുള്ള മനോഹരമായ ശബ്ദം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ മുത്തായ ഹബീബിനെ കുറിച്ച് പാട്, വളരെ മനോഹരമായി പാട്, ജനങ്ങൾ പിന്നാലുണ്ടാകും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പാടാം, ബുർദകൾ പാടാം, എന്തെല്ലാം പാടാം. പരിശുദ്ധമായ ദീനിനെക്കുറിച്ചൊക്കെ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാം. ഇതൊക്കെ വലിയ പുണ്യമുള്ളതാണ്. ദുനിയാവിലും ജനങ്ങൾക്കും ഇഷ്ടപ്പെടും. ഇതൊക്കെ ജനങ്ങളുടെയും അംഗീകാരം കിട്ടും. ജനങ്ങളുടെ അംഗീകാരത്തിന് വേണ്ടി ആകരുത്, അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടാൻ വേണ്ടി ആവട്ടെ. അള്ളാഹു അംഗീകരിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ വാനലോകത്തുള്ള മലക്കുകൾ എല്ലാവരും ഇഷ്ടപ്പെടും.
ഇത്തരത്തിലുള്ള സിനിമ ഗാനങ്ങൾ പാടി എൻ്റെ പ്രിയപ്പെട്ടവരെ ജനങ്ങളെ വശീകരിക്കലും അത്തരത്തിലുള്ള പരിപാടിയിൽ പങ്കെടുക്കലും പരിശുദ്ധ ദീൻ വളരെ ഗൗരവത്തോടു കൂടി ഹറാമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നത്. നമ്മുടെ സഹോദരിമാർ ഈ ഹറാമായ കാഴ്ച കാണാൻ വേണ്ടി തിക്കും തിരക്കും കൂടുന്നത് കാണുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ച അന്ത്യദിനത്തിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ സഹോദരിമാർക്ക് സഹോദരന്മാർക്ക് അള്ളാഹു നല്ല ബോധം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.